Dear students, in this class we have to discuss the pros and cons of foreign direct investment. So in the previous classes we have gone through the introduction part with regard to foreign direct investment as part of economic reforms in Indian economy, and the current session deals with pros and cons or advantages and disadvantages of foreign direct investment in Indian economy. First of all, let us check the advantages of FDI. And there are many, large number of advantages are there with regard to foreign direct investment. Okay. അപ്പോൾ അതിൽ നമുക്ക് ഓരോന്ന് പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് മാത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ദർ ഇസ് എ സഫീഷ്യൻറ്റ് ഫ്ലോ ഓഫ് ക്യാപിറ്റൽ ടുവേർഡ്സ് ഡെവലപ്മെൻറ്റ് ഓഫ് വേരിയസ് സെക്ടേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയെ സംബന്ധിച്ച് നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ് ഒന്നും അത്ര കണ്ട് ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് അല്ല നമ്മുടെ ഇക്കോണമിക്ക്. അതുകൊണ്ട് തന്നെ സഫീഷ്യൻറ്റ് ഫ്ലോ ഓഫ് ക്യാപിറ്റൽ ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് ദി ഇക്കോണമി, പല സെക്ടേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്ന തരത്തിലുള്ള ക്യാപിറ്റൽ ഫ്ലോ ഈ ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരികയും അത് നമ്മളെ റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്തു. സെക്കൻഡ് ഈസ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ടെക്നോളജി ആൻഡ് സ്കിൽ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടു, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ടെക്നോളജി ട്രാൻസ്ഫർ, സ്കിൽ ട്രാൻസ്ഫർ. ഇതൊക്കെ ഒരു വളരെ വലിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. And that technology transfer അല്ലെങ്കിൽ skill transfer will definitely increase the efficiency of working process. Another advantage is increase in job opportunities. പല സെക്ടേഴ്സിലും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വന്നു. ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷൻ, സർവീസ്, മാർക്കറ്റിംഗ്, സെയിൽ, ഇതെല്ലാം ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞ പ്രൊഡക്ഷനും സെയിലും മാർക്കറ്റിങ്ങും ഒക്കെ നടത്തണമെങ്കിൽ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ആ ഇൻക്രീസ് നമുക്ക് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള മാൻ പവറും അവിടെ അത്യാവശ്യമായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ദർ വിൽ ബി എ ഡിമാൻഡ് ഫോർ മോർ ദർ വിൽ ബി എ ഡിമാൻഡ് ഫോർ മോർ ഹ്യൂമൻ റിസോഴ്സസ്. അപ്പോൾ അങ്ങനെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കാര്യമായിട്ട് ഇൻക്രീസ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. ആൻഡ് ആസ് പാർട്ട് ഓഫ് ദിസ് ഇൻക്രീസ് ഇൻ ജോബ് ഓപ്പർച്യൂണിറ്റീസ് the resultant advantage is that it increases the lifestyle, or it will uplift the lifestyle and acceptability of the common people in India. അടുത്ത വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയും കാര്യമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ചു. there was an ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ആസ് പാർട്ട് ഓഫ് FDI. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ നേഷൻ്റെ എഫക്റ്റീവ്നെസ്സിനെയും ടോട്ടൽ അക്കൗണ്ടബിലിറ്റിനെയും അത് പോസിറ്റീവായിട്ട് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു. ഓവറോൾ ഇക്കണോമിക് ഗ്രോത്ത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ജനറൽ ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആണ്. ടോട്ടലി നമ്മുടെ ഇക്കോണമിക്ക് ഒരു വളർച്ച തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതായത് ഫോറിൻ കമ്പനീസ് നമ്മുടെ രാജ്യത്തോട്ട് വരികയും അവരിവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ, റിയൽ എസ്റ്റേറ്റ് മേഖല, ഈ പറഞ്ഞ എല്ലാ മേഖലകളും അതിൻ്റെ ഒരു ബെനിഫിറ്റ് എൻജോയ് ചെയ്യും. അതുപോലെ തന്നെ ബാങ്ക്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ പറഞ്ഞ മേഖലകളെല്ലാം ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു മൊമെൻറ്റം ഗെയിൻ ചെയ്യും. ദെൻ ദ ഹെൽത്തി കോമ്പറ്റീഷൻ. നമ്മൾ ഓൾറെഡി ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞു, ദർ വിൽ ബി എ ഹെൽത്തി കോമ്പറ്റീഷൻ between this foreign investment or foreign companies as well as the local market. അപ്പോൾ ഈ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ വരുമ്പം ഉറപ്പായിട്ടും അത് എഫിഷ്യൻസിയും പ്രോഫിറ്റും ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഒരു പരിധിവരെ ഹെൽത്തി കോമ്പറ്റീഷൻ ഈസ് ഓൾവേസ് എ ബെനിഫിഷ്യൽ ഫാക്ടർ ഫോർ ദി ഇക്കോണമി. അനദർ ഈസ് ഇൻക്രീസ് ഇൻ ദ ഫോറിൻ കറൻസി റിസർവ്സ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഫോറിൻ കറൻസി റിസർവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫോറിൻ കറൻസി റിസർവ്സ് ഇൻക്രീസ് ചെയ്യുകയും ലാർജ് എമൗണ്ട് ഓഫ് ഫോറിൻ കറൻസി നമ്മുടെ ഇക്കോണമിയിലോട്ട് വരികയും ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് 90s എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡെപ്റ്റ് ട്രാപ്പിലോട്ട് പോവുകയും ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് വളരെ ഇൻസഫീഷ്യൻ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്ത ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറുകയും ഫോറിൻ കറൻസി റിസർവ് ഇൻക്രീസ് ചെയ്യുകയും അതിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുകയും ചെയ്യാനായിട്ട് ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലും കാര്യമായിട്ടുള്ളൊരു അപ്ലിഫ്റ്റ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. മോസ്റ്റ് ഓഫ് ദി ടൈം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഫെസിലിറ്റി ഇൻക്രീസ് ചെയ്യുക, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് സെറ്റപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ മേഖല, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ തുല്യമായ പ്രാധാന്യം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനും വന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ പല ആൻസിലറി ആയിട്ട്
അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിന് ഉള്ളൊരു സപ്പോർട്ട് പലപ്പോഴും വരുന്നത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഭാഗത്തു നിന്നാണ്. അതുകൊണ്ട് തന്നെ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോട് ആനുപാതികമായിട്ട് തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഒരു ഡെവലപ്മെൻറ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കും. Then another is import substitution. So that is a very important advantage. നമ്മൾ നേരത്തെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു, പല കമ്മോഡിറ്റീസ് നമ്മൾ ഇറക്കുമതി ചെയ്യുമായിരുന്നു. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പല ഇൻവെസ്റ്റ്മെൻറ്റുകളും ഓട്ടോമാറ്റിക്കലി നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ പല ഫോറിൻ കമ്പനികളും നമ്മുടെ രാജ്യത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരുന്ന പല കമ്മോഡിറ്റീസും നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. പകരം ഫോറിൻ കമ്പനി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കലി ഡൊമസ്റ്റിക്കലി അവൈലബിൾ ആകുന്ന ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഈ പറഞ്ഞ കമ്പനീസ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തെ പ്രൊഡക്ഷൻ ഫെസിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിച്ചു ബൈ വേ ഓഫ് സോഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെൻറ്റ്സ് പ്രൊവൈഡഡ് ബൈ ദീസ് കമ്പനീസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല കമ്മോഡിറ്റീസും നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരുന്ന പല എക്യുപ്മെൻറ്റ്സും പല കമ്മോഡിറ്റീസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുകയും അത് ഇന്ത്യയിൽ തന്നെ അവൈലബിൾ ആകുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. Then benefiting ultimate consumers or end consumers will get access to a variety of international quality products at lower rates. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും ഇന്ത്യൻ ഇക്കോണമിയിൽ നമ്മൾ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് ഫോറിൻ ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവൽ ക്വാളിറ്റി ഉള്ള പല പ്രോഡക്റ്റുകളും അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിൽ കിട്ടാനായിട്ട് തുടങ്ങി. അപ്പോൾ നേരത്തെ അവർ ചിലപ്പോൾ നമ്മൾ പല കമ്മോഡിറ്റീസും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയും ആ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്മോഡിറ്റി നമ്മൾ മേടിക്കുമ്പം കൂടുതലായിട്ടുള്ള എമൗണ്ട് നമ്മൾ പേ ചെയ്യുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പകരം ഈ പറഞ്ഞ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നപ്പോഴത്തേക്കും ഇൻ്റർനാഷണൽ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ഡൊമസ്റ്റിക്കലി അവൈലബിൾ ആകും. നേരത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പം റേറ്റും ലോവറായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. അനദർ ഈസ് സീഡ് ഫണ്ടിങ് മീൻസ് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് ഫെസിലിറ്റീസ് വാസ് ഓൾസോ developed which leads to manufacturing and launch in global market. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ പല സ്റ്റാർട്ടപ്പുകളും ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സീഡ് ഫണ്ടിങ് അവൈലബിൾ ആയി അല്ലെങ്കിൽ ഒരു സീഡ് ഫണ്ടിങ് ഡെവലപ്പ് ചെയ്തു. സോ അങ്ങനെ വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഐഡിയാസ് ട്രാൻസ്ഫർ ടു ഫിനിഷ്ഡ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ പലരുടെയും ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ പലർക്കും പല ഇൻവെസ്റ്റ്മെൻറ്റുകളും പല സ്റ്റാർട്ടപ്പുകളും തുടങ്ങാനുള്ള ഒരുപാട് ഐഡിയകൾ കാണും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു റിസോഴ്സും റോ മെറ്റീരിയലും കൊടുത്തു കഴിഞ്ഞപ്പം ആ ഐഡിയയെല്ലാം ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു. Then another is investment in research and development. That is also an important advantage. എസ്പെഷ്യലി സയൻസ് ആൻഡ് ടെക്നോളജി മേഖലകളിലൊക്കെ ഡെവലപ്മെൻറ്റ് വരണമെങ്കിൽ ദർ ഈസ് എ മസ്റ്റ് ടു ഇൻക്രീസ് ദ റിസർച്ച് ആക്ടിവിറ്റീസ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് മേഖല ഡെവലപ്പ് ചെയ്യേണ്ടത് ഒരു അത്യാവശ്യ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് R&D സെക്ടർ ഡെവലപ്പ് ചെയ്യുകയും അത് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്ട്സിലേക്ക് നയിക്കുകയും ചെയ്തു. കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു. സോ ദീസ് ആർ ദ മേജർ അഡ്വാൻറ്റേജസ് വിത്ത് റിഗാർഡ് ടു FDI. നൗ വി ഹാവ് ടു ഡിസ്കസ് ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് FDI. സോ ഫസ്റ്റ് ഇസ് ത്രെഡ് ടു സ്മോൾ ആൻഡ് മീഡിയം ഇൻഡസ്ട്രീസ്. നമ്മളിപ്പോൾ എപ്പോഴും ഈ പറഞ്ഞ FDI എന്ന് പറയുന്നത് ഒരു ഡിബേറ്റബിൾ ടോപ്പിക്കാണ് എപ്പോഴും. അതിൻ്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെയും മീഡിയം ഇൻഡസ്ട്രീസിനെയും ഈ പറയുന്ന ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർക്കൊരു ത്രെട്ട് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം ഫോറിൻ കമ്പനീസ് വരുമ്പോൾ അവർ അഡ്വാൻസ്ഡ് ടെക്നോളജീസും അവർക്ക് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പൊട്ടൻഷ്യലും ഒക്കെ ഉണ്ട്. അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഹോൾഡ് മാർക്കറ്റിൽ നേടിയെടുക്കും. പക്ഷേ ഈ പറഞ്ഞ സ്മോൾ മീഡിയം നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് അവർ ടെക്നോളജിക്കലായിട്ടോ ഫിനാൻഷ്യലായിട്ടുള്ള അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ഈ മൾട്ടിനാഷണൽ കമ്പനികളോട് കോമ്പീറ്റ് ചെയ്യാൻ പൊരുതി നിൽക്കാൻ അല്ലെങ്കിൽ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാനുള്ളൊരു കപ്പാസിറ്റി നമ്മുടെ സ്മോൾ മീഡിയം ഇൻഡസ്ട്രീസിനില്ല. അപ്പോൾ അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ്. നെക്സ്റ്റ് ഈസ് അൺബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ്. നമ്മൾ പറഞ്ഞു ഇക്കോണമി ഡെവലപ്പ് ചെയ്യും, ഇക്കോണമി ഗ്രോത്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം അതൊരു അൺബാലൻസ്ഡ് ആയിരിക്കും. അതിൻ്റെ കാരണം ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും താല്പര്യപ്പെടുന്നത് ഡെവലപ്ഡ് ആയിട്ടുള്ള ടെറിട്ടറിയിൽ അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയാസിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ്. കാരണം എന്താണ്, അവർക്ക് പ്രോഫിറ്റ് കിട്ടണം, അവർക്ക് മാക്സിമം അവരുടെ പ്രോഡക്റ്റ് ഡിമാൻഡ് അവരുടെ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മേജറായിട്ടുള്ള ഇൻഡസ്ട്രീസ് എല്ലാം പർട്ടിക്കുലർ ആയിട്ടുള്ള ചില റീജിയൻസിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡെവലപ്മെൻറ്റ് എപ്പോഴും അൺബാലൻസ്ഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ആൻഡ് അനദർ ഇസ് മൊണോപ്പോളി, ഫിയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മൊണോപ്പോളി. അതായത്
ഫോറിൻ കമ്പനി ടെക്നിക്കലി ഫിനാൻഷ്യലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫോറിൻ കമ്പനികൾ ഇന്ത്യൻ ഇക്കോണമിയിലോട്ട് എൻ്റർ ചെയ്യുമ്പം ദർ ഇസ് എവറി പോസിബിലിറ്റി ദാറ്റ് ദീസ് ഇന്ത്യൻ കമ്പനീസ് ആർ നോട്ട് ഏബിൾ ടു കോമ്പീറ്റ് വിത്ത് ദ ഫോറിൻ കമ്പനി. നമ്മൾ ആദ്യത്തെ പോയിന്റ് പറഞ്ഞ പോലെ തന്നെ സ്മോൾ മീഡിയം ഇൻഡസ്ട്രീസിനൊരു ത്രെട്ട് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഒരു മോണോപോളി പവർ വിച്ച് വിൽ ബി ഫോർമുലേറ്റഡ് ബൈ ദീസ് ഫോറിൻ കമ്പനീസ്. ഫോറിൻ കമ്പനീസിന് ആവശ്യത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള റിസോഴ്സും സ്ട്രോങ് ആയിട്ടുള്ള ടെക്നിക്കൽ ഫിനാൻഷ്യൽ കപ്പാസിറ്റിയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു മോണോപോളി സിറ്റുവേഷൻ അവരൊരു ഏകാധിപതികളായിട്ട് ആ മാർക്കറ്റ് കൈയടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കമ്പനീസിനെയും ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെയും ഒക്കെ ഇത് എഫക്റ്റ് ചെയ്യും. ഓൾസോ ഡിസിൻസെൻറ്റീവ് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിജീനസ് ടെക്നോളജി. നമ്മളെപ്പോഴും ഫോറിൻ കമ്പനിയുടെയും ഫോറിൻ ടെക്നോളജിയിലോട്ട് മാത്രം ശ്രദ്ധ ചെലുത്തുകയും ഇൻഡിജീനസ് ആയിട്ട് നമ്മുടെ രാജ്യത്തിൽ നമ്മുടേതായ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ഡിസ്കറേജ്മെൻ്റ് ആണ് അവിടെ പലപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദെൻ സ്മോൾ കമ്പനീസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ് തന്നെയാണ്, സ്മോൾ കമ്പനീസ് ആർ നോട്ട് ഏബിൾ ടു കോമ്പീറ്റ് വിത്ത് ദ ലാർജ് കമ്പനീസ്. And ultimately this foreign direct investment is an ultimate tool to attract foreign capital and technology expertise. അതൊരു പോസിറ്റീവ് കാര്യമാണ്. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറിൻ ക്യാപിറ്റലും ഫോറിൻ ടെക്നോളജിയും ഫോറിൻ എക്സ്പെർട്ടൈസും നമ്മുടെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടാനുള്ള ഒരു റീഫോം മൂവ്മെൻറ്റ് തന്നെയാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ് വിത്ത് എ ഹെൽത്തി ബാലൻസ് ബിറ്റ്വീൻ ഇക്കോണമി ആൻഡ് ലോക്കൽ വർക്കിംഗ് പോപ്പുലേഷൻ. അതാണ് പ്രധാനപ്പെട്ടത്. ഒരു ഹെൽത്തി ബാലൻസ് ഈ പറഞ്ഞ ലോക്കൽ ഇക്കോണമിയും ഫോറിൻ കമ്പനീസും തമ്മിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണമെങ്കിൽ മാത്രമേ അതിനൊരു ഫുള്ളി അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ വേറൊരു ഡിസഡ്വാൻറ്റേജ്, മോർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വിൽ ലീഡ് ടു ഓണർഷിപ്പ് ഓഫ് ദി കമ്പനി ടു ദ കൺസേൺഡ് ഫോറിൻ എൻറ്റിറ്റി ഓർ ഇൻഡിവിജ്വൽ ഡ്യൂ ടു വിച്ച് ഇൻഡിജീനിയസ്നെസ് കംസ് ടു ആൻ എൻഡ്. അതായത് ചില കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ ആ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി വരുന്നതനുസരിച്ച് ഇൻഡിജീനിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഹോസ്റ്റ് കമ്പനിയുടെ ഒറിജിനൽ കമ്പനിയുടെ ഹോൾഡ് കുറഞ്ഞു വരികയും ഫോറിൻ കമ്പനി അവരുടെ കൺട്രോൾ അല്ലെങ്കിൽ അവരുടെ പവർ ഇൻഫ്ലുവൻസ് അതിനകത്ത് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യും. അൾട്ടിമേറ്റ്ലി എന്ത് സംഭവിക്കും, ആ കമ്പനിയൊക്കെ ഒരു ഫോറിൻ എൻറ്റിറ്റിയുടെ അല്ലെങ്കിൽ ഫോറിൻ ഇൻഡിവിജ്വലിൻ്റെ കീഴിലോട്ട് വരികയും അവിടെയുള്ള ഒരു ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇൻഡിജീനിയസ്നെസ് അവിടെ ഇല്ലാതാകുകയും ചെയ്യും. അൾട്ടിമേറ്റ്ലി പല കമ്പനികളും ഫുള്ളി ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഫോറിൻ എൻ്റർപ്രനേഴ്സിൻ്റെയോ കയ്യിലോട്ട് പോകാനുള്ള പല ഇൻവെസ്റ്റ്മെൻറ്റുകളും അങ്ങനെയായി പോകാനുള്ള സാധ്യതയും ഉണ്ട്. Then countries' share of revenue will be drained. Another disadvantage, that is foreign direct investment will drain out our fair share of profits by diverting them to foreign countries. പലപ്പോഴും നമ്മുടെ ഷെയറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തിരിച്ച് പല ഫോറിൻ കൺട്രീസിലോട്ടും ഡ്രെയിൻ ഔട്ട് ചെയ്യുകയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ഇക്കോണമിയുടെ ഓവറോൾ ഗ്രോത്തിനെ അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. കാരണം ഈ പറഞ്ഞ കമ്പനിയുടെ പ്രോഫിറ്റ് വരുമ്പോൾ ആ പ്രോഫിറ്റിൻ്റെ നല്ലൊരു ഭാഗം നമ്മുടെ രാജ്യത്ത് വരാതെ അത് ഫോറിൻ കമ്പനികൾ അവരുടെ സ്വന്തം കൺട്രീസിലോട്ട് ട്രാൻസ്ഫർ ഡ്രെയിൻ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുമ്പം അൾട്ടിമേറ്റ്ലി നമുക്കൊരു ഗുണവും വരില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രോത്ത് എഫക്റ്റ് നമ്മുടെ രാജ്യത്ത് വരില്ല. ദെൻ ഡൊമസ്റ്റിക് പ്ലെയേഴ്സ് ക്രഷ്ഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ് പല രീതിയിൽ നമ്മൾ പറയുന്നു. ബിഗ് ഇൻ്റർനാഷണൽ പ്ലെയേഴ്സ് നമ്മുടെ മാർക്കറ്റിലോട്ട് വരുമ്പം സ്മോൾ ഡൊമസ്റ്റിക് കമ്പനീസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനെ അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. പലപ്പോഴും അവരെ തൂത്തുമാറ്റി നീക്കി വിടുന്ന ഒരവസ്ഥ നമുക്ക് കാണാനായിട്ട് പറ്റും. സ്മോൾ കമ്പനീസ്, സ്മോൾ ഇൻഡസ്ട്രീസ് അവരൊന്നും ഫുള്ളി എക്യുപ്ഡ് അല്ല. ഇൻ്റർനാഷണൽ കമ്പനിയുടെ സ്ട്രാറ്റജീസോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കമ്പനിയുടെ എക്സ്പെർട്ടൈസോ ഒന്നും അവർക്കില്ല. അതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ്ലി അവർക്ക് അവരുടെ മാർക്കറ്റ് ഷെയർ നഷ്ടപ്പെട്ടു പോകും. ഡൊമസ്റ്റിക് പ്ലെയേഴ്സ് ഫീൽഡിൽ നിന്നോ അല്ലെങ്കിൽ ആ മാർക്കറ്റിൽ നിന്നോ ഔട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. And ultimately our foreign dependency will be increased, so it will affect our overall development in technology, agriculture, production. അത് മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ടോട്ടലി നമ്മുടെ ഫോറിൻ ഡിപ്പെൻഡൻസി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതനുസരിച്ച്. എല്ലാം നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിന് എല്ലാ മേഖലകളും തുറന്നു കൊടുക്കും. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മളെന്താണ് ഈ പറഞ്ഞ അഗ്രികൾച്ചർ മേഖല എടുത്താലും പ്രൊഡക്ഷൻ മേഖല എടുത്താലും ടെക്നോളജിക്കൽ മേഖല എടുത്താലും നമ്മളെല്ലാം ഫോറിൻ കമ്പനീസിനെ അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. ഇൻഡിജീനിയസ് ആയിട്ട് ഡൊമസ്റ്റിക് ആയിട്ട് ഒരു ഇന്നൊവേഷൻ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്മെൻറ്റ് കൊണ്ടുവരാനോ നമ്മൾ പലപ്പോഴും ശ്രമിക്കില്ല, അല്ലെങ്കിൽ നമ്മളതിന് വേണ്ടി പോവില്ല. അതിന് പകരം വി വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദി ഫോറിൻ കമ്പനീസ്. അപ്പോൾ നമ്മുടെ ഒരു സെൽഫ് സസ്റ്റനൻസിനെ അത് എഫക്റ്റ് ചെയ്യും ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. So these are the major disadvantages with regard to foreign direct investment. The picture will
summarize some major points with regard to foreign direct investment, about the pros and cons. അപ്പോൾ അഡ്വാൻറ്റേജസ് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് പോർട്ട്ഫോളിയോ, സ്റ്റേബിൾ ലോങ് ടേം ലെൻഡിങ്, ഫിനാൻസിങ് ടു ഡെവലപ്പിംഗ് കൺട്രീസ്, ടെക്നോളജിക്കൽ പ്രൊവിഷൻ വിൽ ബി ദർ. ബട്ട് അറ്റ് ദ സെയിം ടൈം ദർ ആർ മെനി കോൺസ്, ഡിസഡ്വാൻറ്റേജസ് ലൈക്ക് not suitable for strategically important industries. Then moral attachment, ഈ പറഞ്ഞ ഫോറിൻ കമ്പനീസ് നമ്മുടെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് മോറൽ അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. അവർക്ക് ആകെ പടെ പ്രോഫിറ്റ് ഏർണിംഗ് എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റോ ഗ്രോത്തോ ഒന്നും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ അജണ്ടയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രമാത്രം മോറൽ സൈഡ് പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യും എന്നുള്ളത് ഇറ്റ് ഈസ് എ ഡൗട്ട്ഫുൾ കേസ്. ആൻഡ് അൺഎത്തിക്കൽ ആക്സസ് ടു ലോക്കൽ മാർക്കറ്റ്സ്, ലോക്കൽ മാർക്കറ്റോട്ടുള്ള ഒരു അൺഎത്തിക്കലായിട്ടുള്ള ഒരു ആക്സസിബിലിറ്റിക്കുള്ള സാധ്യതയും ഉണ്ട്. So these are the major advantages and disadvantages with regard to foreign direct investment.